നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത പരാജയത്തിന്റെ കാരണങ്ങൾ വിലയിരുത്തി CPIM കേന്ദ്ര കമ്മിറ്റി. പരാജയത്തിന് പിന്നിൽ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്നതിൽ പാർട്ടിക്കുണ്ടായ പോരായ്മയാണെന്നാണ് പ്രധാനമായും CPIM വിലയിരുത്തുന്നത്. സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പാർട്ടിക്ക് ജാഗ്രത കുറവുണ്ടായെന്നും CPIM ജനറൽ സെക്രട്ടറി MA ബേബി തുറന്ന് സമ്മതിച്ചു. CPM പോലുള്ള പാർട്ടികളിൽ നിന്ന് ജനങ്ങൾ ഉയർന്ന ധാർമ്മിക നിലവാരമാണ് പ്രതീക്ഷിക്കുന്നത്. പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ CPIMന് കഴിയുമോ? കാണാം RDX റാപ്പ്. സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി നിർണയത്തിലും പ്രചാരണത്തിലും വൻ വീഴ്ചയുണ്ടായെന്നാണ് CPIM കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിലെ വീഴ്ച സംബന്ധിച്ച ഏതെങ്കിലും ഒരു മണ്ഡലത്തിന്റെ കാര്യം പറയാൻ കഴിയില്ല. തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. വ്യക്തികൾക്കാണോ വീഴ്ചയെന്ന് ചോദിച്ചാൽ വ്യക്തികൾ ചേർന്ന പാർട്ടിക്ക് വീഴ്ച സംഭവിച്ചു എന്ന് പറയാമെന്നും ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. ഓരോ അംഗത്തിനും വീഴ്ച വന്നു. പാർട്ടിക്ക് പലതരത്തിൽ ജാഗ്രത കുറവുണ്ടായി. CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിനെതിരായ പരാതി കേന്ദ്ര നേതൃത്വത്തിന്റെ മുന്നിൽ വന്നിട്ടില്ലെന്നും MA ബേബി വ്യക്തമാക്കി. കേരളത്തിലെ UDF സർക്കാർ മൃദുഹിന്ദുത്വ നടപടികളാണ് സ്വീകരിക്കുന്നത്. വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റം സംബന്ധിച്ച ദുർബലമായ വാദങ്ങളാണ് സർക്കാർ ഉയർത്തുന്നതെന്നും MA ബേബി വിമർശിച്ചു. പാർട്ടിയുടെ പെരുമാറ്റത്തിൽ അടിമുടിമാറ്റം കേന്ദ്ര കമ്മിറ്റി റിപ്പോർട്ടിൽ നിർദ്ദേശിക്കുന്നുണ്ട്. തിരുത്തൽ നടപടികൾ എങ്ങനെ വേണമെന്ന് സെപ്റ്റംബറിൽ ചേരുന്ന വിശാല സംസ്ഥാന കമ്മിറ്റിയിൽ തീരുമാനിക്കും. RDX റാപ്പ് ന്യൂസ് മലയാളം. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ പ്രവർത്തനങ്ങളിലും പ്രചാരണ വിഷയം തെരഞ്ഞെടുക്കുന്നതിലും പാർട്ടിക്ക് പാളിയെന്നും വിവിധ തലങ്ങളിൽ ജാഗ്രത കുറവുണ്ടായെന്നും CPIM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. വീഴ്ച പരിഹരിക്കാൻ ശക്തമായ തിരുത്തൽ നടപടി ഉണ്ടാകുമെന്നും ബേബി വ്യക്തമാക്കി. തോൽക്കുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ആ തോൽക്കുന്നതിനുള്ള ഒരുപാട് കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ജനങ്ങളോട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്തുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന വസ്തുത ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന വിധത്തിൽ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിൽ ഞങ്ങൾക്കുണ്ടായ പോരായ്മ, വീഴ്ച, അതാണ് എൻ്റെ ദൃഷ്ടിയിൽ ഈ തോൽവിയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം. അതിൻ്റെ കൂട്ടത്തിൽ പല തെറ്റുകുറ്റങ്ങളും പറ്റിയിട്ടുണ്ട് ഞങ്ങൾക്കെല്ലാം. ആ തെറ്റുകുറ്റങ്ങൾ മനുഷ്യസഹജമായ തെറ്റുകുറ്റങ്ങളുമുണ്ട്. അതെല്ലാം ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോകണം എന്നാണ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ തൃപ്തിയാകുന്നില്ല. അതായത് ഇവര് വലിയ നേതാക്കള് വന്നിട്ട് എന്തുകൊണ്ട് തോറ്റു സഖാവേ എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയുമ്പോൾ ഒരു തൃപ്തി പോരാ ഇവരിങ്ങനെ പറഞ്ഞാൽ പോരാ എന്നൊരു തോന്നലാണ് വരുന്നത്. എന്താ അതെ, ഇതിന് ഇവരെല്ലാം ഉത്തരവാദികളാണല്ലോ. ഈ വലിയ തോൽവിക്ക് ഇവരെല്ലാവരും ഉത്തരവാദികളാണ്. അതുതന്നെയാണ് MA ബേബി പറഞ്ഞു വയ്ക്കുന്നതും. പാർട്ടി ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ വ്യക്തികൾ ചേർന്ന പാർട്ടിക്ക് വീഴ്ച സംഭവിച്ചു എന്നാണ്. അത് ഏതെങ്കിലും വ്യക്തിയുടെ വീഴ്ചയായി കണക്കാക്കാൻ കഴിയില്ല എന്നുമാണ് ഇന്ന് വിശദീകരിക്കുന്നത് അദ്ദേഹം. പക്ഷേ ഇതിനകത്തുള്ള പ്രശ്നം വീഴ്ച സംഭവിച്ചത് എന്തെല്ലാം കാര്യങ്ങളിലാണ്. നേരത്തെ തന്നെ അദ്ദേഹം സമ്മതിച്ച മട്ടിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ വീഴ്ച സംഭവിച്ചു, പ്രചാരണ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു, പ്രചാരണത്തിൽ വീഴ്ച സംഭവിച്ചു, ആ നേതാക്കളുടെ പെരുമാറ്റത്തിൽ വീഴ്ച സംഭവിച്ചു. അപ്പോൾ ആകെപ്പാടെ ഈ പാർട്ടി ശരിയായ വഴിക്കല്ല പോയിക്കൊണ്ടിരുന്നത് എന്നാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. ശരിയായിട്ടൊന്നും ഉണ്ടായിട്ടില്ല. ഇതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം അദ്ദേഹം പറഞ്ഞ കണക്കിനാണെങ്കിൽ ഇതെല്ലാം വീഴ്ചയാണ് സംഭവിച്ചിരിക്കുന്നത്. കുറെ കൂടി ധാർമ്മികമായ മൂല്യം ജനങ്ങൾ പ്രതീക്ഷിക്കും CPIMൽ നിന്ന്, അത് കൊടുക്കാനും പറ്റിയിട്ടില്ല. അപ്പോൾ ഇത് അടിമുടി വീഴ്ച സംഭവിച്ചതിന് ഉത്തരവാദികൾ ഉണ്ടാവണം. ആ ഉത്തരവാദികൾ ഉണ്ടാവണമെന്ന് തന്നെയാണ് ലെനിനിസ്റ്റ് സംഘടനാ രീതി, അല്ലെങ്കിൽ അത് അനുശാസിക്കുന്നത്. പക്ഷേ ഉത്തരവാദിയിലേക്ക് എത്തുമ്പോൾ വഴുക്കുക. ഈ നേതാക്കന്മാരെല്ലാം ഉത്തരവാദിയെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിൽ തൊടാൻ ഇവർ താല്പര്യപ്പെടുന്നില്ല. അപ്പം ഇത് ആളുകൾ ചേർന്ന പാർട്ടിയാകും, അങ്ങനെ കൂട്ടുത്തരവാദിത്വമാകും, കമ്മിറ്റിയുടെ ഉത്തരവാദിത്വമാകും, അങ്ങനെ പലതുമാകും. അതൊക്കെ ഈ പറഞ്ഞതുപോലെ ഇനി വിശാല സംസ്ഥാന കമ്മിറ്റിയിൽ, അതായത് ഈ സംസ്ഥാന കമ്മിറ്റിക്കും പുറമെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ കൂടി പങ്കെടുക്കുന്ന കമ്മിറ്റിയിൽ ചർച്ചയാകുമായിരിക്കും. ഇതിലൊന്നും ഇന്നിപ്പോൾ കേന്ദ്ര കമ്മിറ്റിയാണ് കഴിഞ്ഞത്. ഏറ്റവും ഉന്നതമായ ബോഡി തന്നെയാണ് കേന്ദ്ര കമ്മിറ്റി. CPIMനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉയർന്ന ബോഡിയാണ്. അപ്പോൾ ആ ഏറ്റവും ഉയർന്ന ബോഡിയിൽ ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് അതിൻ്റെ ഒരു ഔട്ട്കമാണല്ലോ ഇന്നിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. വീണ്ടും ഇത് താഴെത്തട്ടിൽ വന്ന് തിരിച്ചറിയുകയും ഇതിൻ്റെ ഉത്തരവാദികളെ കണ്ടെത്താതെ പോവുകയും ചെയ്താൽ അത് വളരെ പരിഹാസ്യമായിരിക്കും. ഈ CPIMനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നതിൽ വലിയ സങ്കടമുണ്ട്.
പക്ഷേ അങ്ങനെയാണ് ഇപ്പോൾ തൽക്കാലം ഇതിൻ്റെ ഗതി എന്നാണ് സനീഷ് എനിക്ക് തോന്നുന്നത്. അല്ല, അത് തന്നെയാണ്. അതിൽ കൂടുതലൊന്നും പറയാനില്ല. പിന്നെ ഇനിയും നമ്മൾ ചർച്ച ചെയ്യാനൊക്കെ ഉള്ളതാണ്, കുറേ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇതിനകത്ത് എനിക്ക് എപ്പോഴും തമാശ തോന്നുന്നൊരു കാര്യം ഹർഷ, അതായത് ജനങ്ങളോടുള്ള പെരുമാറ്റത്തിൽ നേതാക്കൾക്ക് തെറ്റുപറ്റി എന്നിവർ പറയുമ്പോൾ എനിക്ക് അങ്ങേയറ്റം പരിഹാസ്യമായതായിട്ട് ഇപ്പം തന്നെ തോന്നും. എന്താണെന്ന് വെച്ചാൽ ഇത് കുറേ കാലമായിട്ട് കേൾക്കുന്നതാണ്. ഇവരെല്ലാം ശരാശരി ഒരു 70 കൊല്ലക്കാലം ഈ ലോകത്ത് ജീവിച്ച് പരിചയമുള്ള മനുഷ്യരാണ്. അവർ എങ്ങനെയാണ് മനുഷ്യരോട് പെരുമാറേണ്ടത് എന്നതിൽ തന്നെ അവർക്ക് തെറ്റിയെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നേതാക്കൾ എനിക്ക് കുറേ മുന്നേ ഓർമ്മയുണ്ട്. അതായത് ഇത് ഈ നമ്മുടെ VS അച്യുതാനന്ദനും പിണറായിയൊക്കെ ഉള്ള തമ്മിലുള്ള വിഭാഗീയ കാലത്തിനും മുമ്പ് തന്നെയും ഈ ജനങ്ങളോടുള്ള പെരുമാറ്റത്തിൽ മാറ്റം വരുത്തണം എന്നത് ഇവരെപ്പോഴും എഴുതി വെക്കും. ജനങ്ങളോട് പെരുമാറ്റത്തിൽ ക്ലീനം തീരുമാനം. നമുക്ക് തോന്നുകയെന്ന് വെച്ചാൽ ജനങ്ങൾക്കിടയിൽ എന്താണ് വെള്ളത്തിൽ മീനെന്ന പോലെ പ്രവർത്തിക്കുന്നവരാകണം കമ്മ്യൂണിസ്റ്റുകൾ എന്നൊക്കെ അവർ എഴുതി വെക്കുക. അത് ഇവരുടെ ബേസിക് രേഖയിൽ തന്നെയുള്ള ഇത്തരം, അല്ലെങ്കിൽ രേഖകളിൽ തന്നെയുള്ള ഇത്തരം കാര്യം ഉണ്ടായിരിക്കെ നാട്ടുകാരോടുള്ള പെരുമാറ്റത്തിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പിന്നെ ഇവർക്ക് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? നാട്ടുകാരോട് പെരുമാറാൻ ഇത്രമാത്രം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലോ. മനുഷ്യരെങ്ങനെയാണ് പെരുമാറുന്നത് പരസ്പരം നോക്കിയിട്ടെങ്കിൽ പെരുമാറിയാൽ പോരെ. ആളുകളോട് സംസാരിക്കുമ്പോഴും അവരോട് ഇടപഴകുമ്പോഴും അവർക്ക് ഞങ്ങൾക്ക് സ്വീകാരനായുള്ള ഒരാളാണ് എന്ന തോന്നലുണ്ടാകും വിധം ഇടപെട്ടാൽ പോരെ, അല്ലേ? ഇപ്പോൾ അവർ രാഷ്ട്രീയക്കാരാണല്ലോ. ഇപ്പോൾ നമ്മളെല്ലാവരും നാട്ടുകാരുടെ കടയിൽ ഇങ്ങനെ ഇതുപോലെ അതല്ലല്ലോ നമ്മുടെ ഒന്നും ജോലി. അപ്പോൾ ആ ജോലി, ആ ഒരു കാര്യം ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ഏറ്റവും ഉന്നതമായ നേതാക്കളോട് അവർക്ക് ഇത് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതങ്ങനെ പറഞ്ഞ് തുറന്ന് സമ്മതിക്കുമ്പോൾ തന്നെ അവർ അങ്ങേയറ്റം പരാജയമാണ് എന്ന തോന്നൽ നാട്ടുകാർക്ക് ഉണ്ടാവില്ലേ? നിങ്ങൾ ഞങ്ങളോട് മര്യാദക്ക് പെരുമാറുമെന്ന് അത് ആ പെരുമാറ്റത്തിൽ തന്നെ പിഴച്ചു. മറ്റൊരുപാട് കാര്യങ്ങളുണ്ടാകാം, ഈ പറയുന്ന ഇതിൻ്റെ എല്ലാം കുറ്റക്കാരാണെന്ന് ചൂണ്ടിക്കാണിക്കേണ്ട കാര്യമൊക്കെ ഉണ്ടാകും. പക്ഷേ ജി സുധാകരൻ ഇത്രയും കാലം CPM ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ അന്തം വിട്ടു പോകുന്നില്ലേ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം കാണുമ്പോൾ? അപ്പോൾ പെരുമാറ്റം എന്നത് ഒരു വലിയ ഗൗരവമുള്ള വിഷയമായി CPM ഒരു കാലത്തും കാണുന്നില്ല. അല്ലെങ്കിൽ CPIM-ൽ വിധേയപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ എണ്ണം വല്ലാതെ വർദ്ധിച്ചിരിക്കുന്നു, അഭിപ്രായം പറയാതെ എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. പെരുമാറ്റം മോശമാണ്, നിങ്ങളുടെ പെരുമാറ്റം മോശമാണ് എന്ന് തന്നെ പറയണ്ടേ? അല്ലെങ്കിൽ അദ്ദേഹത്തിന് ദേഷ്യം വരാതെ നോക്കണം എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയായി സ്വീകരിച്ച് ഒരു സിസ്റ്റം പ്രവർത്തിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അതിനിങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങൾ സംഭവിക്കും. കറക്റ്റാണ്. അത്രയേ ഉള്ളൂ. ബാക്കി നോക്കാം. നിയമസഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിലുള്ള ഇഴകീരിയുള്ള പരിശോധന CPIM ഇപ്പോഴും തുടരുകയാണ്. പാർട്ടിയുടെ കീഴ്ഘടകം മുതൽ പൊതുജനങ്ങളിൽ നിന്നടക്കം ലഭിച്ച അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വിശകലനത്തിന് ശേഷമാണ് തങ്ങൾക്കുണ്ടായ വീഴ്ചകളുടെ പൂർണ്ണ തോത് അംഗീകരിക്കാൻ CPIM തയ്യാറായിരിക്കുന്നത്. നിലവിലെ വിലയിരുത്തലുകൾ പ്രകാരമുള്ള തിരുത്തൽ നടപടികൾ എന്താകും എന്ന് തീരുമാനിക്കാൻ സെപ്റ്റംബറിൽ വിശാല സംസ്ഥാന കമ്മിറ്റിയും തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ പാർട്ടിക്കുള്ളിലെ നേതാക്കളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടി പൊതുസമക്ഷത്തിൽ വെളിവായത് നിലവിൽ CPIM-നെ അലട്ടിയിട്ടുണ്ട് എന്നതാണ് വസ്തുത. 10 വർഷം പ്രബലരായി കേരളം ഭരിച്ച CPIM തുടരെ നേരിടേണ്ടി വരുന്ന ഇത്തരം പ്രതിസന്ധികൾ മറികടക്കാൻ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ഇന്നത്തെ RDX പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ്.